ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ജിമെയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കും. പക്ഷേ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ പരിസരത്തേക്ക് പോകില്ല. നമുക്ക് ജിമെയിലിൽ മെസ്സേജ് വരാറുണ്ട്, നമ്മൾ ജിമെയിലായിട്ട് മെയിൽ അയക്കാറുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാസ്വേഡ് ഒരു 3 മാസത്തിൽ ഒരിക്കലും നമ്മൾ മാറ്റണം. അത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത 99%. അത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് മാറ്റുക എന്നുള്ളതാണ്. പലരും തുടങ്ങിയ സമയത്തുള്ള പാസ്വേഡ് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന രീതിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഇപ്പോൾ തന്നെ മാറ്റാം. ഓരോരോ 3 മാസം കൂടുമ്പോൾ മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇവിടെ സെർച്ചിൽ കീവേഡായിട്ട് കൊടുക്കേണ്ടത് മനസ്സിലാക്കി ചെയ്യാം. ചേഞ്ച് ജിമെയിൽ പാസ്വേഡ് എന്ന് കൊടുക്കുക. ചേഞ്ച് ജിമെയിൽ പാസ്വേഡ് എന്നൊരു കീവേഡ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ചേഞ്ച് ജിമെയിൽ പാസ്വേഡ് ഇവിടെ കണ്ടില്ലേ, ചേഞ്ച് ജിമെയിൽ പാസ്വേഡ് ഓൺ ആൻഡ്രോയിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ തന്നെ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. നേരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ കാണിക്കുന്നത്. തൊട്ടത്തിലെ ഡ്രോപ്പ് ഡൗൺ ആരോ കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേറെ ഏത് ജിമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ കാണിക്കും. അപ്പം എനിക്ക് മാറ്റേണ്ട, അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട ജിമെയിൽ ഐ ഡി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ജിമെയിൽ ഐ ഡി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ജിമെയിൽ ഐ ഡി വരുന്നത്. ഈ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡാണ് എനിക്ക് മാറ്റേണ്ടത്. അപ്പോൾ മാറ്റേണ്ടതിന് പകരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോൾ ഉള്ള കറൻ്റ് ഉള്ള നമ്മുടെ പാസ്വേഡ് ഉണ്ടല്ലോ, അതൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷോ പാസ്വേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ തൊട്ടടുത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഷോ പാസ്വേഡ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ പഴയ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നിങ്ങളും നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതി വെക്കാൻ മറന്നു പോകരുത്. മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഫോർഗെറ്റ് പാസ്വേഡ് ഒക്കെ കൊടുത്ത് റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കണ്ടില്ലേ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഷോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് ഒന്നുകൂടി കാണാൻ പറ്റും, നമ്മൾ അടിച്ച് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ അടുത്ത ഇൻ്റർഫേസിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ പാസ്വേഡ് ന്യൂ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടർ പറയുന്നുണ്ട്. 8 ക്യാരക്ടറാണ് മിനിമം വേണ്ടത്. ഇവിടെ ഞാൻ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതിന് താഴെയായിട്ട് ഇവിടെ കൺഫേം യുവർ പാസ്വേഡ്, നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യാണ്. ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് അവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജിമെയിലിൽ കയറുമ്പോൾ പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, യു വിൽ സ്റ്റേ സൈൻഡ് ഇൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൊബൈലുകളിലൊക്കെ എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് ആ മൊബൈലൊക്കെ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, സൈൻ ഔട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കണം. ഇവിടെ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മാറ്റാൻ വേണ്ടി സാധിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പാസ്വേഡ്, ജിമെയിലിന്റെ പാസ്വേഡ് ഇപ്പോൾ തന്നെ മാറ്റുക. ഇടയ്ക്കിടയ്ക്ക്, അതായത് 3 മാസം കൂടുന്ന സമയത്തൊന്ന് പാസ്വേഡ് മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഷെയർ ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ എത്തിക്കാൻ പ്രത്യേകം മറന്നു പോകണ്ട. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.